നമസ്കാരം. ഏറെ ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനകൾ വിഫലമായിരിക്കുന്നു. തബലയിൽ മാന്ത്രിക സ്പർശം തീർത്ത കലാകാരൻ, ഇന്ത്യയുടെ സംഗീത സമ്പത്തിനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച കലാകാരൻ ആണ് വിട പറഞ്ഞിരിക്കുന്നത്. തബലയെന്ന വാദ്യോപകരണത്തിലെ മാന്ത്രിക സ്പർശത്തിലൂടെ ആണ് അദ്ദേഹം ലോകത്തിന് മുന്നിൽ തന്നെ അറിയപ്പെട്ടത്. ഇന്ത്യക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി എത്തുന്ന സംഗീത വിസ്മയമായി അദ്ദേഹം മാറിയിരുന്നു. 3 തവണ രാജ്യം പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 4 തവണ ഗ്രാമി പുരസ്കാരം നേടി. അങ്ങനെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ആ താളം ആണ് നിലച്ചത്. MG മിഥുനും S ലല്ലുവുമാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ, അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. നേരത്തെ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് എന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണം ഉസ്താദിനു വേണ്ടി എന്നുമൊക്കെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. പക്ഷേ പ്രാർത്ഥനകൾക്കും അപ്പുറം അദ്ദേഹത്തെ തിരിച്ചു വരുമെന്നുള്ള ഒരു ആഗ്രഹം കുടുംബാംഗങ്ങൾക്ക് പുറമെ ആരാധകർക്ക് ഉൾപ്പെടെയുള്ളവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് വിഫലമായി. അദ്ദേഹത്തിന്റെ മരണവാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. നമുക്കറിയാം, നമുക്ക് ഒറ്റ വാക്കിൽ അദ്ദേഹത്തിന്റെ തബലവാദനത്തെ പറ്റി പറയുമ്പോൾ കേൾക്കുന്നത് അഴക്, കാണാൻ 100 അഴക് എന്ന തരത്തിലായിരുന്നു ഉസ്താദ് സക്കീർ ഹുസൈന്റെ തബലവാദത്തെ പറ്റി ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുന്നത്. പിറന്ന 3-ാം നാൾ മുതൽ തബല ഇതിഹാസം കൂടിയായിട്ടുള്ള അച്ഛൻ അല്ലാരേഖ കാതിൽ ചൊല്ലിക്കൊടുത്ത, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചു കൊടുത്ത വഴികളിലൂടെ വളർന്ന സക്കീർ ഹുസൈൻ തബലയെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളുകളിൽ ഒരാളാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മഹാന്മാരായ പല സംഗീതജ്ഞർക്കൊപ്പവും തബല വായിച്ചു തുടങ്ങിയ സക്കീർ ഹുസൈൻ തബലയിൽ മെലഡി നൽകുന്ന പ്രതിഭ കൂടിയാണ്. ബയാനിൽ, അതായത് തബലയിലെ വലിയത് എന്നറിയപ്പെടുന്നതാണ് ഈ ബയാനിൽ എന്ന് പറയുന്നത്. ബയാനിൽ സക്കീർ ഹുസൈൻ വേഗവിരകൾ പ്രകടമാക്കുന്ന മാസ്മരികത അത് സംഗീത ലോകത്തെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. അതിർത്തികൾ കടന്ന അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം താളത്തിരമാല തീർക്കുന്ന പ്രകടനം കാഴ്ചവെച്ച അതുല്യ പ്രതിഭയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ലെജൻഡ് തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. മുംബൈയുടെ പ്രാന്ത പ്രദേശമായ മാഹിമിൽ ജനിച്ച സക്കീർ ഹുസൈൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 വയസ്സ് മുതൽ സംഗീതത്തിൽ അഭിരുചി കാണിച്ചു തുടങ്ങിയിരുന്നു. മേശകളിലും പാത്രങ്ങളിലും താളം പിടിച്ചു തുടങ്ങിയ ആ കുഞ്ഞു കൈകൾ ലോകം അറിയപ്പെടുന്ന ഒരു തബലവാദകനിലേക്കുള്ള വളർച്ച അച്ഛൻ അല്ലാരേഖ തിരിച്ചറിയുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പിന്നീട് അദ്ദേഹത്തിന്റെ വെച്ചടി വെച്ചിട്ടുള്ള കയറ്റങ്ങൾ ഉണ്ടായത്. തബലയിൽ പഞ്ചാബ് ഘരാനയിൽ അച്ഛന്റെ പാത പിന്തുടർന്ന് ആദ്യമായി അദ്ദേഹം 7-ാമത്തെ വയസ്സിൽ സരോദ് വിദഗ്ധൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം ഏതാനും മണിക്കൂറുകൾ അച്ഛന്റെ പകരക്കാരനായി തബലവാദകനായി എത്തുന്നതായിരുന്നു ആദ്യ വേദി. അതിനുശേഷം തുടർന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് 12-ാമത്തെ വയസ്സിൽ ബോംബെ പ്രസ് ക്ലബിൽ ഒരു 100 രൂപയ്ക്ക് ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം തന്നെ സ്വതന്ത്രമായി തബല വായിച്ച് സംഗീത ലോകത്ത് അദ്ദേഹത്തിന്റെ വരവറിയിച്ചു. 12-ാം വയസ്സിൽ തന്നെ പട്നയിൽ ദസറ ഉത്സവത്തിൽ 10,000-ഓളം വരുന്ന കാണികളുടെ മുൻപിൽ മഹാനായ സിത്താർ വാദകൻ ഉസ്താദ് അബ്ദുൽ ഹാലി ജാഫർ ഖാൻ, ഷഹനായി ചക്രവർത്തി, ബിസ്മില്ല ഖാൻ എന്നിവരോടൊപ്പവും 2 ദിവസത്തെ കച്ചേരികളിൽ തബല വായിച്ച് ലോക പ്രശസ്തി നേടുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. തുടർന്ന് 1970-ൽ അമേരിക്കയിൽ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം 18-ാമത്തെ വയസ്സിൽ കച്ചേരി അവതരിപ്പിച്ചു. വാഷിംഗ്ടൺ സർവകലാശാലയിലാണ് അദ്ദേഹം പിന്നീട് എത്തനോ മ്യൂസിക്കോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 19 വയസ്സാണ് എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് സംഗീത ലോകത്തെ ജൈത്രയാത്രയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വർഷത്തിൽ 150-ലധികം ദിവസങ്ങളിൽ സക്കീർ ഹുസൈൻ കച്ചേരികൾ നടത്തിയിരുന്നു എന്നത് അദ്ദേഹം എത്രത്തോളം ആരാധകരുടെ മനസ്സിൽ ഇടം തേടിയിരുന്നു എന്നതിനുള്ള തെളിവ് കൂടിയാണ്. ആ മഹാമാന്ത്രികനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ലോകോത്തര സംഗീതജ്ഞരുമായി ചേർന്ന് നിരവധി സംഗീത സാക്ഷാത്കാരങ്ങൾ ഒരുക്കിയിരുന്നു. വയലിനിസ്റ്റ് എൽ ശങ്കർ, ഗിറ്റാറിസ്റ്റ് ജോൺ മഗ്ലോവിൻ, മൃദംഗവാദകൻ രാംനന്ദ് രാഘവ്, ഘടം വാദകൻ വിഖു വിനായക റാം എന്നിവരുമായി ചേർന്ന് ഹിന്ദുസ്ഥാനി കർണാടക സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി സമന്വയിപ്പിച്ച് ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ശക്തി എന്ന ഫ്യൂഷൻ സംഗീത ബാൻഡിന് 1974-ലാണ് അദ്ദേഹം രൂപം നൽകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള താളവാദ്യ വിദഗ്ധരെ സമന്വയിപ്പിച്ച് പ്ലാനറ്റ് ഡ്രം എന്ന പേരിൽ
അമേരിക്കൻ താളവാദ്യ വിദഗ്ധൻ മിക്കി ഹാർട്ട് തയ്യാറാക്കിയ ആൽബത്തിൽ ഇന്ത്യയിൽ നിന്നും കടം വിദഗ്ധൻ വിക്കു വിനായകകുമാറിനൊപ്പം സക്കീർ ഹുസൈനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 91-ലെ ലോകത്തിലെ മികച്ച സംഗീതാൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം അദ്ദേഹം ഈ ആൽബത്തിലൂടെ ആദ്യമായി അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് 3 തവണയും ഗ്രാമി പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. മിക്കി ഹാർട്ട്, സക്കീർ ഹുസൈൻ, നൈജീരിയൻ താളവാദ്യ വിദഗ്ധൻ സിക്കിരു അഡെഫാജു, ലാറ്റിൻ താള വിദഗ്ധൻ ജിയോവനി ഹിഡാലോ എന്നിവരുമായി ചേർന്ന് ഗ്ലോബൽ ഡ്രം പ്രോജക്റ്റിന് കണ്ടംപററി വേൾഡ് മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം 2009 ഒരിക്കൽ കൂടി സക്കീർ ഹുസൈനെ തേടിയെത്തി. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ നേടിയ സക്കീർ ഹുസൈൻ പത്മശ്രീ നൽകി രാജ്യം ആദരിക്കുന്നത് 1988-ലാണ്. 2002-ൽ പത്മഭൂഷൺ നൽകി ആദരിച്ചു. തുടർന്ന് 2023-ൽ പത്മവിഭൂഷൺ നൽകി പരമോന്നത ബഹുമതി നൽകി ആദരിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തും നിരവധി അംഗീകാരങ്ങൾ തബലയുടെ ഈ മാന്ത്രികനെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ 2016-ൽ വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന ഓൾസ്റ്റർ ഗ്ലോബൽ കൺസേർട്ടിൽ പങ്കെടുക്കാൻ സക്കീർ ഹുസൈനെ ക്ഷണിച്ചിരുന്നു. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ വളരെ അഭിമാനിക്കാവുന്ന നേട്ടമായി അതിനെ കണക്കാക്കുകയും ചെയ്തിരുന്നു. ആദ്യമായി ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംഗീതത്തിന് കിട്ടുന്ന അംഗീകാരം ആയിരുന്നു അത്. 99-ൽ അന്നത്തെ US പ്രഥമ വനിത ഹില്ലരി ക്ലിന്റൺ US സെനറ്റിൽ വെച്ച് സമ്മാനിച്ച നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് പുരസ്കാരം, സെന്റ് ഫ്രാൻസിസ്കോ ജാസ് സെന്റർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 2017-ൽ ലഭിക്കുന്നു. പ്രിൻസ്റ്റൺ സർവകലാശാലയുടെ ഓൾഡ് ഡോമിനോ ഫെല്ലോ അംഗീകാരം 2005-ൽ ബെർക്ലി കോളേജ് ഓഫ് മ്യൂസിക്, ഇന്ദിര കലാസംഗീത സർവകലാശാല, കെരാക്കർ എന്നിവിടങ്ങളിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് എന്നിവ ലോകം ഈ കലാകാരനെ എത്രയേറെ ആദരിക്കുന്നതിന്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അദ്ദേഹത്തെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് തീവ്ര പരിചാരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട കുടുംബം ആ പ്രാർത്ഥനകളെല്ലാം വിഫലമാകുന്നു. മിഥുൻ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനകൾ എല്ലാം വിഫലമായിരിക്കുന്നു. തബലവാദനത്തിൽ മാന്ത്രിക വിരൽ സ്പർശം ഇനിയില്ല എന്നുള്ളതാണ്. ആ മാന്ത്രിക താളം നിലച്ചു എന്നുള്ളതാണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ആയിരുന്നു സക്കീർ ഹുസൈന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിലടക്കം ചികിത്സയിൽ ആയിരുന്നു. ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ കലാകാരൻ ആണ്.